എൻ്റെ കൊറോണ കാല ചിന്തകൾ. നേഴ്സുമാർ. ഈ കൊറോണ കാലത്ത് എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു വിഭാഗമാണ് നേഴ്സുമാർ. ഒരുപക്ഷെ ഡോക്ടർമാരെക്കാൾ എത്രയോ അധികമായിട്ട് രോഗികളോട് അടുത്ത ഇടപഴകേണ്ടി വരുന്നവരാണ് നേഴ്സുമാർ. അവരുടെ സേവനങ്ങളെ നന്ദിയോടെ മാത്രമേ എക്കാലത്തും പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. ആതുര ശുശ്രൂഷ രംഗം നിലനിൽക്കുന്നത് തന്നെ നഴ്സുമാരുടെ നിസ്തുല സേവനത്തിലൂടെയാണ്. ഉള്ളിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒളിപ്പിച്ചു വെച്ച് ഓരോ രോഗികളുടെ അടുത്തും വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കർത്തവ്യ നിർവഹണം നടത്തുന്ന നഴ്സുമാർ ഓരോ ഹോസ്പിറ്റലിലെയും കാഴ്ചയാണ്. ഇപ്പോൾ ഞാനിത് ചിന്തിക്കാൻ കാരണം, കൊറോണ പിടിപെട്ട രോഗികളെ ചികിത്സിച്ചതിൽ വെച്ച് ഈ രോഗം ബാധിച്ച് ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്ന ഒരു നേഴ്സിന്റെ വിവരം കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. എത്രയോ ഉത്സാഹത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. രോഗം ഭേദമായാൽ ഇനിയും കൊറോണ രോഗികളെ എനിക്ക് ശുശ്രൂഷിക്കണം, അതിലെനിക്കൊരു ഭയവുമില്ല. ഈ ഒരു പ്രസ്താവനയാണ് ഒരു നേഴ്സിൽ നിന്നും ഉണ്ടാവേണ്ടത്. രോഗത്തെ ഭയന്ന് ഓടി ഒളിക്കുന്നതിന് പകരം തനിക്ക് ഈ രോഗം പിടിപെട്ടാലും കർത്തവ്യത്തിൽ നിന്ന് മാറാൻ കൂട്ടാക്കാത്തവരാണ് യഥാർത്ഥ കർമ്മയോഗികൾ. ലോകത്താകമാനം കൊറോണ വൈറസ് പടർന്നു പിടിക്കുമ്പോഴും ഈ മാരക അണുക്കളെ പ്രതിരോധിക്കാൻ വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ ഭരണാധികാരികളും ശാസ്ത്രജ്ഞന്മാരും ആരായുമ്പോഴും അവർക്കൊപ്പം ചേർന്ന് നിന്ന് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നഴ്സുമാരുടെ സേവനത്തെ എത്ര പ്രശംസിച്ചാലും അധികമാകില്ല. രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളവർക്ക് ഒരിക്കലും ഈ വെള്ളരിപ്രാവുകൾ ചെയ്യുന്ന സേവനങ്ങൾ മറക്കാൻ കഴിയില്ല. നമ്മൾ പലരും ഒറ്റ വാക്കിൽ ഏതുതരം സേവനം ലഭിച്ചതിന് ശേഷവും പറയുന്നൊരു വാക്കുണ്ട്, നല്ല മുറയ്ക്ക് ചുള എണ്ണിക്കൊടുത്തിട്ടാണ്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, പണം കൊടുത്താൽ സേവനം ലഭിച്ചേക്കാം, പക്ഷേ സ്നേഹം ലഭിക്കില്ല. സ്നേഹത്തോടൊപ്പം ലഭിക്കുന്ന സേവനത്തിന് ഇരട്ടി മധുരമാണ്. അത്തരത്തിലുള്ള സേവനം നൽകുന്നവനും ലഭിക്കുന്നവനുമാണ് ഭാഗ്യവാൻ. സ്നേഹവും സേവനവും ഒരുപോലെ നൽകുന്നവരാണ് നേഴ്സുമാർ. നിങ്ങളുടെ സേവനത്തിന് മുന്നിൽ, സ്നേഹത്തിന് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു.